സിനിമ റിലീസായതിനു ശേഷം എല്ലാ സിനിമകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഒരുപാട് ഇതിൽ റിവ്യൂ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമയെ വിലയിരുത്തുന്നവരല്ലേ അത് കാണാൻ വേണ്ടി വരുന്നവരും കാണാതിരിക്കാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ റിലീസ് സമയത്തോ അത് കഴിഞ്ഞോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല, എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലർക്ക് റിവ്യൂസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു, അത് ജെനുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. പക്ഷെ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാനടക്കം, നമ്മൾ റിവ്യൂവിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ പറയുന്ന. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്കതിപ്പോൾ ഇഷ്ടപ്പെടും. അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സിനിമ ഇപ്പം അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തവരും 4-5 വർഷം കൂടി ഞാൻ ഇപ്പോൾ ഇവരെ കാണിച്ചുള്ളൂ. മെസ്സേജ് ഇട്ട്, ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു, എന്നെ 5 വർഷം കൂടി സാറേ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വൈകുന്നേരം കണ്ടിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. പുള്ളിക്കാരത്തി 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ സിനിമയും ഫേസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമുക്കറിയാൻ മേലാത്തൊരു കാര്യം പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കാശൊക്കെ മേടിച്ച് ചെയ്യുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, താങ്ക് യു. സാറേ, പണ്ടൊക്കെ കുട്ടികളെ ഒലക്കിക്ക് അടിച്ചാണെങ്കിലും വളർത്തണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ കൊച്ചു ചോദിച്ച പോലെ എന്ത് തെറ്റ് ചെയ്താലും പാരൻസ് അത് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അതായത് എന്റെ മകനല്ലേ. അത് തെറ്റാണ് മോനെ. എന്ത് തെറ്റ് ചെയ്താലും പാരൻസ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്ത് തെറ്റ് ഇപ്പൊ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുകയാണ്, ഒരു ലവ് അഫെയർ ഉണ്ടാവാണ്. അത് പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടിയുടെ പുറകെ നടക്കരുത്, തെറ്റാണ് എന്നൊക്കെ രീതിയിലാണ്. പക്ഷെ ഇപ്പോ ഒരു ഇഷ്ടം തോന്നി നമുക്ക് ധൈര്യമായിട്ട് പാരൻസിനോട് പറയാം. പക്ഷെ ചിലപ്പോൾ സ്റ്റോക്കിംഗ് ഉണ്ടാവും അതില്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? അല്ല, അത് പേരൻസിനെ അനുസരിച്ചിരിക്കും. സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണ്, മകനെയോ അല്ലെങ്കിൽ മകളെയോ നോക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. അപ്പം അതൊരു ബാഡ് പാരന്റിങ് ആണ്. പിന്നെ അങ്ങനെ ഉള്ളവർക്ക് എനിക്ക് കുറച്ച് കേസസ് അറിയാം. എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അയ്യോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം, അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സഹിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ഒരു സ്റ്റേജ്, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും. അപ്പം ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, അത് ചെയ്യുക. കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു പണ്ട് ഞാനൊരു വായിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് സെയിങ് നോ. പിള്ളേർ നോ കേട്ട് വളരണം. അപ്പം അത് പല സാഹചര്യം കൊണ്ടാണ്. ചില അപ്പനമാർക്ക് അത് അറിയാൻ മേല, അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം പണ്ട് ഒലക്കടിക്കടിച്ച് വളർത്തുന്നു പറഞ്ഞല്ലോ, അന്ന് 5-8 ഒക്കെയാണ്. അപ്പം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒലക്കൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പം ആകപ്പാട് ഒന്നേ ഉള്ളൂ. അതിനെ 2 പേരോടെ പുന്നാരിച്ച് സ്നേഹിച്ച് അത് വേറൊരു രീതിയിലാണ്. അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം. അത് പേരൻസ് ബോധവാന്മാരാകണം. അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറേ ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ വഴിതെറ്റി പോകുന്നുള്ളൊരു പറയാറുണ്ട്. അല്ല, ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്.
അതിന് അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പോൾ പാരന്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. കാലഘട്ടം മാറി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ച് ഒരുപക്ഷെ പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവൻ്റെ കയ്യിലുണ്ട് ഫോണും ടാബും. അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അതൊരു ആർട്ടാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാവരും പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ ചേച്ചിയുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ പാരന്റിങ്ങിനെ കുറിച്ചുള്ളതാ. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കുമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതൊരു ഡീഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവണം, അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും, എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം. ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ കുറേം കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെക്കുറിച്ച്. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസാണ്. പിന്നീട് എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് കുട്ടികൾ എന്നാൽ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കരിയർ പേഴ്സണാണ്. കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷനുണ്ട്, ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ്. അപ്പോൾ 2 പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും? അപ്പം ഐ ബിലീവ് ദാറ്റ് പാരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തലമുറ, ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിച്ച് ഇസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസാണ്. മില്ലനിയൽസിന് തൊട്ട് മുമ്പ് 76 to 83 എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവർ. എന്തിനും ഏതിനും അടി, നിങ്ങൾ തെറ്റ് ചെയ്താലും അടി, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആയിരുന്നു. സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു, ചൂരിലുകൊണ്ട് അടിക്കുക, അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത്. അതൊരു പക്ഷെ നല്ലതായിരിക്കാം, നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറ തലതെറിച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വെറുതെ ഒരു ക്ലീഷ്യ സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ, ചിച്ചു സാറോടാണ്. ദൃശ്യത്തിന് ശേഷം താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരമില്ലാന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ ജിത്തു ജോസഫ് എന്ന? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജ് ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷേ മെമ്മറീസ് പോലെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ടാഗ് ലൈൻ തന്നെ
നോ സസ്പെൻസ്, നോ ട്വിസ്റ്റ്, ഒൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷിച്ച ആൾക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാൾ, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാൾ റിവ്യൂ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു 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 മാറ്റർ, ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞുപോയി. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പം അല്ലാത്തവരിപ്പോൾ സസ്പെൻസ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവർ നിലം തൊടാതെ പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സിലും അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറേ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. ഇതൊരു സിനിമയാണ് ആക്ച്വലി. ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിൽ എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവും. ആ രീതിയിൽ ആൾക്കാർക്ക് കാണാവുന്ന ഒരു സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അതിനെ എൻഗേജ് ചെയ്യുന്നൊരു സിനിമ. പിന്നെ ജിത്തുവിൻ്റെ ഒരു സിനിമ എന്ന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കാണും. പിന്നെ നമ്മൾ സിനിമ ചെയ്തതുപോലെ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ട്. ഒരു ജിത്തു സിനിമ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു നായകൻ്റെ പറഞ്ഞ മേഖലയെ പറ്റിയൊന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല. മറ്റത് എക്സിക്യൂട്ട് ചെയ്യാന്ന് മാത്രമേ. ഉത്തരം കറക്റ്റല്ലേ? വിജിച്ചേട്ടനോടാണ് ചോദ്യം. ഇവിടെ ആന്റണി ഒരു ക്രൂക്കർ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? നമ്മളൊരു സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അപ്പം അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമായിട്ട് എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളൊന്ന് ചെയ്തു. പിന്നെ ഇതൊരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇൻ്റർവെല്ലിന് ശേഷമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്നുള്ള രീതി ഞങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളും മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോട് മാക്സിമം നീതി പുലർത്തുക, ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസും പല ഓർഡറിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ഒരു ആക്ടിങ് കണ്ടിന്യൂറ്റി എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലയിലൊക്കെയാണ്. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റായിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം 1-2 മണിക്കൂറിൻ്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണത്. അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് ആൻ ആക്ടർ. മനസ്സിലായോ? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണത്. സാറിനോടാണ്. നമ്മുടെ ഈ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ അതിൽ ഇല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയേക്കാൾ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിന് ഒരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ല ഒരു ഫിലിം മേക്കറിന്റെ ഇത്. ഞാനിതിനെ പേടിച്ചോടണത്. ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും അതിനേക്കാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ത്രില്ലർ ഒന്നാമത് എന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ചെയ്ത് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നൽ കുറച്ച് ഓഡിയൻസിനുണ്ട്, എല്ലാവർക്കും എന്നല്ല, കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പം ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിൻ്റെയും അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സെറ്റിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈറാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ 2 ക്യാരക്ടർ, അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ, ഇർഷാദിൻ്റെ ക്യാരക്ടർ, ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ ഇത്. നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈം ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടറുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ ശരിക്കും വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ പിടിച്ചാണോ അത്? എക്സാക്ട്ലി. കാരണം ഡിനു, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എൻ്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷനായിരുന്നു. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാനടുത്ത് ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ പൊടിലെ ആണോ എന്ന് പോയിട്ട്, പക്ഷെ അവിടുന്ന് സിനിമ അങ്ങ് മാറി. ഈ ഇൻ്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഇനി എങ്ങനെയാണ് എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടെ നിന്നുള്ള ഒരു ട്രാവല്, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. കാരണം ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ മൂഡിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെൻറ്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. ഞാനിട്ടതല്ല, പേര് വരുമ്പോഴേ ഉണ്ട്. അത് ഈ പേരും ഇതിനകത്ത് ഒരു ക്യാരക്ടറിൻ്റെ ഇതും തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഇത് പലർക്കും അറിയില്ല. വലതുവശത്തെ കള്ളൻ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ കുറേ പേര് ഫോൺ വിളിച്ചു, സാറേ പടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ്, പക്ഷേ ഈ വലതുവശത്തെ കള്ളൻ എന്ന് ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ്, കള്ളൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം അവർക്കത് മനസ്സിലാവും. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഓർത്തത് പലർക്കും അറിയാമായിരുന്നു. പക്ഷേ രസവഞ്ചനെ ഇന്നലെ ഭയങ്കര രസം, ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബൈബിൾ കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്ത് ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് വലതുവശത്തെ കള്ളൻ ജീസസിനോട് പറയുന്നു, അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്യാത്തതാണ് അങ്ങനെയെന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്ന ആ കള്ളന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് തന്നെയാണ്, ആ കള്ളന് മാനസാന്തരം വരുന്നു. അതാണ് അതിനകത്ത് ഇമോഷൻ, അത് ക്യാരക്ടറിൻ്റെ ഇമോഷൻ. ഹലോ സാറേ, ഇന്ന് സിനിമകൾ കാണുന്നത് ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാനാണോ അല്ലെങ്കിൽ അനുഭവിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി ചോദിച്ചത് എന്താണ്. ഓക്കെ, അത് ചിലർ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമേനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കാണുന്നവരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ദേ വാണ്ട് ടു ഫീൽ ഇറ്റ്. അവർ വന്നു എൻജോയ് ചെയ്തു. അതിൻ്റെ ലോജിക്കുണ്ടോ അതുണ്ടോ, ഭയങ്കര ബേസിക് ലോജിക്ക് വേണം. ഭയങ്കര സ്റ്റുപ്പിഡിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതില്ല. ബേസിക് ലോജിക്കൊക്കെ ഉണ്ട്. അവർ വന്നു കണ്ടു, എൻജോയ് ചെയ്തു.
അവർക്ക് അതിൻ്റെ ഫീൽ കിട്ടിയോ? ആ ഫീൽ അവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതാവും. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഫീൽ ബേസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ലോജിക്കൊക്കെ വിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫീലും ആ ഇമോഷനും അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമോഷനാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിനകത്ത്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയ്ക്കൊന്നും എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. കുറേ ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് ഹെവിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ടും നിൽക്കുന്നു. അതിനകത്ത് ഒരാൾ പറയുകയാണ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സങ്കടം, വേറൊരാൾ പറയുമ്പോൾ എനിക്ക് മറ്റേ ക്യാരക്ടറിനോടാണ് കൂടുതൽ ഇത് തോന്നിയത്. അപ്പോൾ ആൾക്കാർ പല തട്ടിലായിട്ടൊക്കെ നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഇത് തരുന്നു. അപ്പോൾ അത് അവർക്ക് ആ ഫീല് കിട്ടി എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും സിനിമ കാണാൻ ബേസിക് ഓഡിയൻ. ഒരു ഹ്യൂമറാണേലും സസ്പെൻസിനെയാണ് എല്ലാം കാണും. എന്നെ അത് എൻജോയ് ചെയ്യിച്ചോ, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് ലോജിക് പ്രോബ്ലം ഉണ്ടാകുന്നത് എൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഇന്നത്തെ ഓഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് തോന്നിയ ഒരു പോയിന്റ്, സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. ഈ റിവ്യൂസും അങ്ങനെ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അത് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധമില്ല. വെറുതെ ചർച്ചകൾക്ക് വേണ്ടി ഇരിക്കുന്നവരില്ലേ, ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ അവർ ആ ചർച്ചകൾ കാണാനായിട്ട് റിവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊരു പക്ഷേ മൂവി ബഫ്സ് ആവണമെന്ന് പോലുമില്ല. അവർക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണാനാണ് അവർക്കിഷ്ടം. അവരൊരു പക്ഷേ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ നമ്മൾ അത് ക്ലിയറായിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ രസത്തിന് ഞാൻ പോയി സിനിമ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, ഒരു അഡ്വഞ്ചറായിട്ട് കാണണം. എല്ലാവരും അവിടെ പോകുന്നത് സേഫാണ്, ഇത് 100% നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് പറഞ്ഞിട്ട് മാത്രം പോയി സിനിമ കാണേണ്ട കാര്യമില്ല. ഈച്ച് സിനിമ ഈസ് ആൻ അഡ്വഞ്ചർ. നിങ്ങളുടെ ലൈഫിലൊരു 2.5-3 hours ഒരു അഡ്വഞ്ചറിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക്, ആ കഥ ക്രിയേറ്റ് ചെയ്തവരുടെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ എടുക്കുന്ന റിസ്ക് ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതല്ലേ, ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നതിൻ്റെ റിസ്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് സിനിമയോടുള്ള ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റിവ്യൂസ് പറഞ്ഞ് എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി കാണാം, പിന്നെ എന്താ അതിലുള്ള ത്രില്ല്? ജസ്റ്റ് ഗോ എക്സ്പെരിമെൻറ്റ് വിത്ത് മൂവീസ്, ഹാവ് ഫൺ വിത്ത് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വി ആർ ടേക്കിംഗ് ഇറ്റ് ടു സീരിയസ്ലി. പെട്ടിട്ടുണ്ടല്ലോ. അല്ല, കീറി മുറിക്കൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കീറി മുറിക്കേണ്ടവർക്ക് കീറി മുറിക്കാം. അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ അത് തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ. ഞാൻ മാറ്റങ്ങളും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ട്വിസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം. എനിക്കങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തത് ബോധപൂർവം തന്നെ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ മമ്മിയാൻമി ചെയ്തിട്ടുണ്ട്. ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ച് വന്നതാണ് ഈ പ്രശ്നമായത്. അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റഡ്, ഇപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, ദൃശ്യം 3. അപ്പം നിങ്ങൾ ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം 3 കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ദൃശ്യം 3 വേറൊരു, അത് 2 പോലെയല്ല, അത് വേറെ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടേ മടങ്ങൂ. പക്ഷേ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല. കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഭയങ്കരമായിട്ടും കീറി മുറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈയിടെ ചോദിച്ചു സ്പൂൺ ഫീഡിങ് എന്തിനാണ് എൻ്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നതെന്ന്. ഞാനൊരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല IQ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ കിട്ടും. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന്
ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും. അത് പലർക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇതിന് സ്പൂൺ ഫീഡ് ചെയ്യണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ, പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനധികം സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് അതിനുള്ള സമയമില്ല. അത് അങ്ങനത്തെ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ നടത്താനിരുന്നതാണ്, അതൊന്നേരം ബിജുവിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ജോജുവിനോട് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ജോജു ഇല്ല, ദുബായിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊരു ദിവസം ഫിക്സ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിനകത്ത് എല്ലാവരും തന്നെ സിനിമ കണ്ടവരാണെന്ന് കരുതുന്നു. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ കണ്ടവർക്കേ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. എനിവേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയാം, ചോദിച്ചോളൂ. കൂടുതൽ മൈക്ക് വേണോ? ഹായ് സർ. സോ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന ഒരു മൂവിയും പാരന്റിങ് ബേസ്ഡ് മൂവിയായിരുന്നു. ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും പാരന്റിങ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തത്? ഇത് ഞാൻ എടുത്ത ടോപ്പിക്കല്ല. ഇതിൻ്റെ റൈറ്റർ ഡിനു തോമസ് ഈലൻ എന്ന് പറഞ്ഞ പയ്യനാണ് കുദാശ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ ഇതിൻ്റെ കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, കഥ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ മൂഡിൽ പോകുന്ന ഒരു സിനിമ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല. ഇത് വേറൊരു ഇതിനകത്തൊരു ഇമോഷണൽ സൈഡുണ്ട്. അത് ഇതിൻ്റെ പേരൻറ്റിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കൊമേഴ്സ്യലാണ് സിനിമ, ഇതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അക്കൂട്ടത്തിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് മമ്മി ആൻഡ് മീൽ എനിക്ക് സാധിച്ചു. പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് ചില സിനിമകൾ. അപ്പോൾ ഇതിനകത്തും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ അതാണ്. കാരണം അപ്പോൾ ബേസിക്കലി ഇപ്പം ഭയങ്കര പ്രസക്തമായ ഒരു ഇതാണ് പേരൻറ്റിങ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക പേരൻസും മക്കളുമായിട്ടുള്ള അവരുടെ ഇത്. കാരണം പേരൻസിൻ്റെ രീതികൾ മാറി, പഴയ പോലെയല്ല. രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സമയമില്ല മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ഇത് ചെയ്തു. അത് ഇങ്ങനെ ഒരു ത്രില്ലർ ഇതിൻ്റെ ഒരു മൂഡിലുള്ള സിനിമയ്ക്കകത്ത് അത് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം. CJ റോയ് അദ്ദേഹം പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വാർത്ത എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി. അദ്ദേഹം ഡിന്നറിന് എന്നെ വിളിച്ചു. അദ്ദേഹത്തിനൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പതുക്കെ മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റിയിരുത്തി ഒരു ഓടിയൊക്കെ ഓടിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ് വിട്ടുപോയി. ഞാനും ഈ ഓരോ പ്രൊജക്റ്റിലും തിരക്കിലായി പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയില്ലേ. ഞാൻ എന്നോടൊരാളിത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിച്ചു. ഞാൻ TV വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പം എനിക്കിപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചിലരുണ്ടല്ലോ, നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ഞെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആളുകളെ എന്താ പെട്ടെന്ന് ഇത്രയും മെൻ്റലി വീക്കായി പോകുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനൊരു ജീവൻ തന്നെ കളയാനൊരു തീരുമാനം എടുക്കുക, അതിനെ ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് എന്നുള്ള രീതിയിൽ ജിത്തു ജോസഫ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, ഇപ്പം ഇതിനെക്കുറിച്ച് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ട്രെസ്സ്. ഈ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഇതുകൊണ്ട്. കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞു, സിബ്ലിങ്സിൻ്റെ എണ്ണം കുറഞ്ഞു.
പിന്നെ ഒരു ആവശ്യമില്ലാത്ത ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈയിടെ ഉണ്ടായതാണ്. പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാനും ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അതങ്ങ് ഒഴിവായി പോകും. പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ എന്താ പറയുക തീരെ ബലമില്ലാത്ത ആൾക്കാർ ഇതാണ് നമ്മുടെയൊക്കെ ലൈഫിലുണ്ടാവുമല്ലോ. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പം നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയല്ലേ. ഇപ്പം അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയും അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷനുണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പോൾ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പറയും. ഇപ്പം അങ്ങനത്തെ സർവീസൊക്കെ ഉണ്ട്, ശരിക്കും അതൊക്കെ എടുക്കാം. പക്ഷെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും അങ്ങ് ചുരുങ്ങുവാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് തരും, മനസ്സിലായോ? ഇപ്പം ഒരു നോർമൽ പേഴ്സൺ, ഇപ്പം ഞാൻ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്കും ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പുറത്തവൻ അറിയാവുന്ന ഒരാൾ മറ്റേ അമേരിക്ക ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ. പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ, അങ്ങനെ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി. അതിനെ മനക്കെട്ടി വേണം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ റോയ് സാറിൻ്റേത് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാൾ അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ പറ്റാതെ ഐ എം സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മജോറിറ്റി ആൾക്കാർ അദ്ദേഹത്തെ അറിയാവുന്ന മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ്, അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ ആക്ച്വലി എനിക്ക് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അതായത് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ ചോദ്യം? സിനിമ ഇറങ്ങുമ്പോൾ അല്ല, മീഡിയാസ് എന്നല്ല, ഈ സോഷ്യൽ മീഡിയ എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഒരു കുറച്ച് നാൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് അല്ല. ഞാൻ വല്ലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നൊന്നുമല്ലാതെ പിന്നെ എനിക്കൊരു ഹാൻഡലർ ഇല്ല. ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നത് മുഴുവൻ മറ്റേ കോമഡി പ്രോഗ്രാംസും അതും ഇതുമൊക്കെ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ച് നെഗറ്റീവ്സും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തത് എന്തായിരുന്നു വെച്ചപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അവർ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അവരത് കാണിച്ചു തന്നു. അപ്പോൾ അവരെന്നെ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഐക്കോണിൽ ഞെക്കുമ്പോൾ ഐക്കോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ പോസ്റ്റൊന്നുമില്ല, ചുമ്മാ ഒരു അക്കൗണ്ട് മാത്രമാണ്, വേറെ വീഡിയോസൊന്നുമില്ല. അവർ പറഞ്ഞു സാറേ ഇത് ആരോ ഒരാൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയ ആണ്, ഇത് ഇങ്ങനെ പർപ്പസിനാണ്, ഇതിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സ്, വേറെ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രശ്നം അതാണ്. നമുക്ക് ഒളിഞ്ഞിരുന്ന് ഒരാൾക്ക് തന്നെ പല ഐഡൻറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാളെക്കുറിച്ച് ഫേക്കായിട്ട് പറയാം. അത് ഇവിടെ ഇരുന്ന് ചെയ്യാം, എബ്രോഡ് ഇരുന്ന് ചെയ്യാം. അപ്പം അത് ഈസിയാണ്. അപ്പം ഇപ്പം ഈ പറഞ്ഞ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു വലിയ സ്ട്രെസ്സാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മൾ ഇന്നേ വരെ എന്താ പറയുക, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് പറയുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ തളരും എന്നൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ലൈഫിൽ ചലഞ്ചസ് ഉണ്ടാവും, പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ എതിരുകളുണ്ടാവും,
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കല്ലെറിയാൻ ആളുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ വന്നത് ഒരു താഴെ എന്താ പറയുക ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ജീവിതത്തിലെല്ലാം കണ്ടു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. ദിസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ അങ്ങനെ ഇതിനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോഴും കുറച്ച് പേര് നമുക്ക് കാണും പറയാതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധമല്ല. നമുക്ക് നല്ല ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക, മറ്റേതങ്ങ് ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ ഗുണം എന്നറിയാണ്, അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു റൈറ്റർ ഡയറക്ടറായിട്ടൊന്നും എനിക്ക്, ഞാൻ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥകൾ പറയും. ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെതായ രീതിയിൽ കഥ പറയുന്നു, അത് കുറച്ച് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുവന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ അധികം ആൾക്കാർ എന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷ വേണ്ട. ഡിഫറെൻറ്റ് ഇപ്പം ഞാനിനി വേറെ 1-2 സബ്ജക്ട്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും ത്രില്ലറേ അല്ല, വേറെ ടൈപ്പ് ജോണറുകളാണ്. ഇനി ഒരു പേടിയെ കുറിച്ച് ഞാൻ ഈ മരിക്കുന്നിടം വരെ ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പണിക്ക് പോകും. അല്ല, ഇപ്പം ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനായിട്ട് വന്നാലില്ല, പറമ്പിലിറങ്ങി കളിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യുന്നത് ഇഷ്ടമാണ്, കഥ പറയുന്നത് ഇഷ്ടമാണ്, ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നു. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈയിടെ എന്നോട് കുറച്ച് പേര് വെച്ചു, താങ്കൾക്കെതിരെ പേഴ്സണലി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു. ഞാൻ പിന്നെ അറ്റാക്ക് ചെയ്യുന്നവർ അറ്റാക്ക് ചെയ്യട്ടെ, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മാത്രമാണെന്നൊന്നും ഞാൻ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. ഒരു ദൃശ്യവും മെമ്മറീസും ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ബെഞ്ച് മാർക്ക് വെച്ചു. ആ ബെഞ്ചിൽ നിന്നെടുത്ത് മാർക്കെടുത്തൊന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുന്നു. ഞാനത് എല്ലാം പിന്നെ കുറച്ച് പേര് വെച്ചു, എന്തിനാണ് ഈ കൊച്ചു സിനിമകൾ ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ് കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നും. ഒരു കഥയും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അത് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ഓക്കെ എന്നാൽ ഇനി അടുത്തത് അങ്ങനെ ഒരു പടം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കഥകൾ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങ് പോകുന്നു. പിന്നെ അത് കഴിയുന്നതും ത്രില്ലർ ആകാതിരിക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അത് നടക്കാറില്ല. ഇപ്പോൾ ഇതിനകത്തൊരു ഇതുണ്ട്, കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഞാനും സതീഷോടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ, വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണിത്. അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂമെൻറ്റിലാണ്. അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടാന്ന് വെച്ചു, ഫുൾ സ്റ്റഡി ക്യാം വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ്. കാരണം ഒരു കെയോസ് സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം, ആ ഒരു ഇത്. അപ്പം ഇപ്പോൾ എനിക്ക് 2 തരത്തിലുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം ആൾക്കാർ ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ ചില ഡൗട്ട്സ് ഉണ്ട്. ചിലർക്കിത് മനസ്സിലാകാതെ, കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്റ്റഡ് ആയപ്പോൾ കണക്ഷൻ പോകും. അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല. ടോട്ടാലിറ്റിയിലാകെ സിനിമ കൊള്ളാം, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ ലാഗ് ഫീൽ ചെയ്തു. കാരണം മനസ്സിലാകുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അത് ഭയങ്കര ഇതായിട്ട് വന്നു എന്നുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ആസ് എ ബിഗിനർ ജിത്സാൻ്റെ പടത്തിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഭയങ്കര എന്താ പറയുക, ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഒരു കോൾ വന്നപ്പോൾ തന്നെ. സോ ഞാൻ എൻ്റെ ഒരു 100% കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐറിൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, ജോജു ചേട്ടൻ്റെ മോളായിട്ട്. സോ ആ ക്യാരക്ടറും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ബിക്കോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ, ഇപ്പോൾ എൻ്റെ ഏജൊക്കെ ഉള്ളൊരു ജനറേഷൻ വരുന്ന ഒരു ഐ മീൻ എൻ്റെ ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് കുറവുള്ള ആൾക്കാരാണുള്ളത്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2 കൈ നീട്ടി സ്വീകരിച്ച് ചെയ്തു. ഗോകുലിനോടാണ് ചോദ്യം.